भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഓം ഗം ഗണപതയേ നമഃ. ഇന്ന് വിനായക ചതുർത്ഥി. ഈ 4-ാം പക്കത്തിൽ ചതുർത്ഥിയുടെ അന്ന് 4 അക്ഷരങ്ങളെ കൊണ്ട് ഗണപതി ഭഗവാന് ആ ഗജാനന് അക്ഷരപൂജ ചെയ്യുകയാണ്. ഗ, ജ, ന, ന എന്നിങ്ങനെയുള്ള 4 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന 4 ശ്ലോകങ്ങൾ. ഈ ഗജാനന ചതുശ്ലോകി ഭക്തജനങ്ങളുടെ ഭഗവാന്റെ ഗണപതിയുടെ ഗോപീ ഗണപതിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗജാനന ചതുശ്ലോകി. ഗർവം തീർക്കുകയെന്റെ ഉള്ളിലനിശം ശ്രീകാന്ത സംസേവിതാ ഗൗരീ നന്ദനായി ഭക്തതതിയെ കാക്കുന്ന വിഘ്നേശ്വര. ഗാനം തീർക്കുകയെന്റെ ഉള്ളിൽ സതതം ഗാനപ്രിയ പൂജിത ഗോപീകാന്തനിൽ ഭക്തി എന്നിൽ വളരാൻ ഹേരംബ കാത്തിടണേ. ജാലം തീർക്കുമ മായയെ എതിരിടാൻ നീ ശക്തി തന്നീടണേ. ജന്മം ശുദ്ധമതാകുവാൻ ഹരിഹര പ്രേമം വളർത്തേണമേ. ജാരൻ എന്നതുപോൽ ഒളിഞ്ഞു വരുമാ മാലിന്യം നീക്കേണമേ. ജപമന്ത്രങ്ങളെ കേട്ടു നീ കനിയണേ. വിഘ്നങ്ങൾ തീർത്തേടണേ. നരനായി വന്നു പിറന്നൊരൻ മനമിതിൽ നാരായണ പ്രേമവും നാലാകുന്നൊരു വേദജാലമതിലായി നൽ ശ്രദ്ധയും നൽകണേ. നേരിൻ മാർഗമതെന്നുമേ അടിയനായി നീ തന്നെ കാട്ടിയിടണേ. നേരം തീരുവതിനു മുമ്പു തന്നെ ഭഗവൻ മുന്നിൽ നീ മിന്നീടണേ. നാവിന്മേലെന്നുമെന്നും ഹരിയുടെ കഥകൾ നല്ല പോൽ വന്നിടേണേ.
നാഗത്തെ ഹാരമാക്കും ഹരനുടെ മകനെ നീ സദാ കാത്തിടേണേ. നന്നായി കത്തിടും ഹോമകുണ്ടമതിലായി സാന്നിധ്യമുണ്ടാകണേ. നരജാതിക്കു സുഖം വരുത്തുവതിനായി ദന്തീമുഖ കാക്കണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ കിരണങ്ങൾ നമ്മുടെ ജീവിതയാത്രയെ ഏറ്റവും ധന്യതയുള്ളതാക്കി മാറ്റുന്നു. ഈ ഭാഗവതയാത്രയിൽ, ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരയാത്രയിലും ഭഗവാന്റെ കാരുണ്യം ആവോളം നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ പ്രഭാഷണ പരമ്പര 763 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ, ഭഗവൽ കഥകളെ ആശ്രയിക്കാത്ത ആളുകളുടെ ബുദ്ധിമുട്ടുകളാണ് അവിടെ സൂചിപ്പിച്ചത്. ഇവിടെ 13ാമത്തെ ശ്ലോകം ഏകാദശ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായത്തിൽ യത് ഘ്രാണഭക്ഷോ വിഹിതസുരായാസ്തഥാ പശോരാലഭനം നഹിംസ ഏവം വ്യവായ പ്രജയാനരത്യ ഇമം വിശുദ്ധം ന വിദു സ്വധർമ്മം. യത് സുരായ, ഏത് കാരണം കൊണ്ടാണോ മദ്യത്തിൻ്റെ ഘ്രാണഭക്ഷ, ഘ്രാണരൂപമായിരിക്കുന്ന സ്വീകരണം തന്നെ ഉചിതം. പശോഹോ, പശുവിൻ്റെ ആലഭനം, മന്ത്രപൂർവം ദേവതോദ്ദേശേനയുള്ള വധം ഉചിതം. നഹിംസ, സാധാരണ വധം ഒരിക്കലും ഉചിതമല്ല. ഏവം, ഇതുപോലെ വ്യവായ അപി, സ്ത്രീസേവയും പ്രജയ, പുത്രോൽപത്തി വിചാരിച്ചിട്ട് ആവാം, നരത്യ, രതിക്കു വേണ്ടി വയ്യ, ഇതിനെ വിശുദ്ധം സ്വധർമ്മം നവിദു, ഇത് വിശുദ്ധമായ സ്വധർമ്മം എന്ന് അറിയുന്നില്ല എന്നാണ്. അപ്പൊ പറയാണ്, ഇഷ്ടം പോലെ സ്വീകരിക്കുകയല്ല, വിഷയങ്ങളെ സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കി വിരക്തി ഉണ്ടാക്കി തീർക്കാൻ ആണ് വേദത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. മദ്യം വാസനിക്കുന്നത് തന്നെ ഉചിതം, പാനം ചെയ്യുന്നത് ഒരിക്കലും വിഹിതമല്ല. പശുവിനെ ഹിംസിക്കുന്നത് ഉചിതമല്ല, ആലഭനമാണ് വിഹിതമായിട്ടുള്ളത്. ദൈവപ്രീതിക്കായി മന്ത്രോച്ചാരണങ്ങളോടുകൂടി വേദത്തിൽ വിധിച്ചതുപോലെ ചെയ്യുന്ന പശുഹിംസയ്ക്കാണ് ആലഭനം എന്ന് പറയാം. യാ വേദവിഹിതാഹിംസ സാ ന ഹിംസേതി കീർത്യത്തെ. അങ്ങനെയുള്ള വേദത്തിൽ പറഞ്ഞ പോലെ ഹിംസിച്ചാൽ അത് ഹിംസയായി കണക്കാക്കുന്നില്ല. യാഗത്തിൽ തന്നെ ഭക്ഷണോദ്ദേശത്തോടുകൂടി ഹിംസിക്കുന്നത് കൊണ്ട് സാധാരണ ലൗകിക ഹിംസ തന്നെയാണ്. അതുകൊണ്ട് മാംസഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ ഈശ്വരന്റെ പേര് പറഞ്ഞ് പശുവിനെ ഹിംസിക്കാൻ പാടില്ല. സ്ത്രീസേവയും അങ്ങനെ തന്നെയാണ്. പുത്രോത്പാദനത്തിന് വേണ്ടി മാത്രമേ പാടുള്ളൂ, രതിക്ക് വേണ്ടി പാടില്ല എന്നാണ്. അപ്പോ വേദത്തിന്റെ വിശുദ്ധമായ അർത്ഥം ഇതാണെന്നും ഇതാണ് സ്വധർമ്മമെന്നും അവിവേകികൾ അറിയുന്നില്ല. പറയാണ്, ആസക്തന്മാരെ കുറിച്ചാണ് ഈ വിധിയൊക്കെ പറയണത്. അപ്പോ വിഷയത്തിൽ താല്പര്യം തീരെയില്ലാത്ത വിരക്തന്മാരെ കുറിച്ച് ഇതൊന്നും വിധിയല്ല. അവർക്ക് അപ്പോൾ തന്നെ വിരക്തി വന്നിട്ടുണ്ട്. വിരക്തി വരാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധാന്തക്കരണന്മാരായി മാറിയവർ, അവരുടെ അന്തക്കരണം ശുദ്ധമാണ്. അവർക്ക് സ്ത്രീസേവ, മദ്യസേവ, മാംസഭക്ഷണം തുടങ്ങിയവയൊക്കെ തന്നെ അവർക്കൊരു വ്യവസ്ഥയിലൂടെ വേണ്ട. അവരതിനെ അപ്പോൾ തന്നെ ഉപേക്ഷിച്ച ആളുകളാണ്. എന്നാൽ ആസക്തിയുള്ള ആളുകൾ ഇതിൽ യഥേഷ്ടം പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി, ഇതിനു വേണ്ടി ആ ധർമ്മത്തെ വേദം ഉപദേശിക്കണു എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ നിവൃത്തിയെ പ്രധാനമായി പറയുന്ന വേദത്തിൽ എങ്ങനെയാണ് ഈ പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം ഉണ്ടാവുക? ആസു നിവൃത്തിരിഷ്ട,
എന്ന് പറഞ്ഞതിന് വിരോധമില്ലാതെ അർത്ഥം ധരിക്കേണ്ടത് ആവശ്യമാണെന്നാണ്. ദുർവാസനയുള്ള മക്കളെ നല്ല ഉപദേശം കൊടുത്ത് അവരുടെ അച്ഛൻ ആ ദുഷ്പ്രവർത്തികളിൽ നിന്ന് പിന്മാറാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ സദ്വൃത്തന്മാരായിട്ടുള്ള ആളുകളോടോ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പിതാവ് ഉപദേശിക്കില്ല. അതേപോലെ വിരക്തി വരാത്ത ആളുകൾക്കാണ് വേദത്തിൻ്റെ ഈ ഭാഗം. അങ്ങനെ കേൾക്കുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവർ ഇതിൽ നിന്ന് നിവൃത്തി നേടുന്നു. അപ്പം അതുകൊണ്ട് വേദത്തെ അനുസരിച്ച് ഹിംസ, മാംസഭക്ഷണം തുടങ്ങിയവ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് എത്രയോ തവണ എത്രയോ ആചാര്യന്മാരിലൂടെ എത്രയോ രീതിയിൽ എത്രയോ സംഭവങ്ങളിലൂടെ ഭാഗവതം പറഞ്ഞു തന്നിരിക്കുന്നു. അതുകൊണ്ട് മുമുക്ഷുക്കൾ അതിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. യേ ത്വനേവം വിദോ സന്ത സ്തബ്ധ സദഭിമാനിന പശൂൻ ദ്രുഹ്യന്തി വിസ്രബ്ധ പ്രേത്യ ഘാതന്തി തേ ച താൻ. യേതു ചിലരോ അനേവം വിധ ഇങ്ങനെ അറിയാതെ അസന്തഹ സത്കാര്യങ്ങൾ നടത്താതെ സദഭിമാനിന സത്തുക്കളാണെന്ന് അഭിമാനിച്ചും കൊണ്ടിരിക്കുന്നുവെങ്കിൽ സ്തബ്ധ ദുരഹങ്കാരികളായിട്ട് വിസ്രബ്ധ വിശ്വാസത്തോടുകൂടിയ പശുക്കളെ ആരാണോ ദ്രുഹ്യന്തി ദ്രോഹിക്കുന്നത് താൻ തേച്ച അവരെ ആ പ്രാണികളും പ്രേത്യ ഘാതന്തി മരിച്ച ശേഷം അവര് കടിക്കും അല്ലെങ്കിൽ തിന്നും എന്ന്. നമ്മൾ പുരഞ്ജനോപാഖ്യാനത്തിന് മുമ്പായിട്ട് പ്രാചീന ബർഹിസിന്റെ അടുത്ത് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഭാഗമൊക്കെ അല്ലേ. ഭഗവത് ഭക്തി ഇല്ലാത്തവർക്കുള്ള ദോഷങ്ങളും വേദവാക്യങ്ങളുടെ ആന്തരികമായ ആ സത്തയെ അതിൻ്റെ അർത്ഥതലങ്ങളെയൊക്കെ പറഞ്ഞതിനു ശേഷം വേദാർത്ഥമറിയാതെ ഹിംസ തുടങ്ങിയ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് അതേ മൃഗങ്ങൾ തന്നെ പ്രതിക്രിയ ചെയ്യും എന്ന് പറഞ്ഞു. ദുരഹങ്കാരികളായി സൽപ്രവൃത്തിയില്ലാതെ സജ്ജനങ്ങളാണെന്ന് നടിച്ച് പ്രാണിഹിംസാരൂപമായ ബലി ഈശ്വരന് കൊടുത്താൽ ഈശ്വരൻ നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും എന്ന് വിശ്വസിച്ചും കൊണ്ട് ബലി കൊടുക്കാൻ ഉദ്ദേശിച്ച പ്രാണികളെ കൊല്ലുന്ന ആളുകൾ സത്യത്തിൽ ഇങ്ങനെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തും കുറേ കാലം ഇല്ലേ. അവസാനം അവരുടെ കഴുത്തിൽ വാള് വയ്ക്കുമ്പോൾ സത്യത്തിൽ ദയയില്ലാതെ കൊല്ലുന്ന ആ അവിവേകികൾ അവര് ഇഹത്തിൽ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് ഈ പാപത്തിന് പരത്തിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് പറയുന്നു. ദുഷന്ത പരകായേഷു സ്വാത്മാനം ഹരിമീശ്വരം മൃതകേ സാനുബന്ധേസ്മിൻ ബദ്ധസ്നേഹ പതന്ത്യഥ. പരകായേഷു അന്യശരീരങ്ങളിലും സ്വാത്മാനം തൻ്റെ ശരീരത്തിലും ഇരിക്കുന്ന ആ ഈശ്വരം ഹരിം ഈശ്വരനായ ശ്രീഹരിയെ ദ്വിഷന്ത ദ്വേഷിക്കുന്നവർ മൃതകേ സാനുബന്ധേ ശവതുല്യരാണ്. പുത്രകളത്രാദി ബന്ധത്തോടു കൂടിയിരിക്കുന്ന ഈ ദേഹത്തിൽ ബദ്ധസ്നേഹ ബന്ധിക്കപ്പെട്ട സ്നേഹത്തോടു കൂടിയവരായി അധപ്പതന്തി അവർ അധപ്പതിക്കുന്നു, നരകത്തിലേക്ക് വീഴുന്നു എന്നാണ്. സകല ചരാചരങ്ങളിലും ഒരേ ഒരു ഈശ്വരനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും പലപ്പോഴും നമുക്കത് പ്രവൃത്തിബദ്ധത്തിൽ കൊണ്ടുവരാൻ സാധിക്കാറില്ല. എല്ലാ ശരീരത്തിലും ജീവനായി നിലനിൽക്കുന്നത് ഒരാളാണ് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് മതത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ ആളുകളെ മാറ്റി നിർത്താൻ സാധിക്കുക? അപ്പൊ ഭഗവാൻ ഒന്നു തന്നെ എന്ന് ആലോചിക്കാതെ ജീവന്റെ ആസ്പദമായിരിക്കുന്ന ശരീരത്തെ ഹനിക്കുന്നു. ഏതൊരു ചൈതന്യമാണോ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് ആ ചൈതന്യം തന്നെയാണ് പശുക്കളിലും മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് അറിയാം. അപ്പോ മറ്റുള്ളവരെ ഹിംസിക്കുന്നത് അവനവനെ ഹിംസിക്കുന്നതിന് തുല്യമാണ് എന്ന് ആലോചിക്കുന്നവർക്കറിയാം. നമുക്ക് എത്ര വേദനയുണ്ടോ അത്ര വേദന ഇത് മറ്റുള്ളവർക്കും ഉണ്ടാവും. അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ആശ്ചര്യം എന്ന് പറയുന്നത് പോലെ. അപ്പോ ഈ തരത്തിൽ വിഷയാശ കൊണ്ട് കണ്ണു കാണാത്തവരായി ഹിംസ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ അവസാനം നരകത്തിൽ ചെന്ന് വീണു. ഈ നരജന്മം കിട്ടിയിട്ടും
നരകത്തിൽ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. നാരായണപാദത്തെ ആശ്രയിക്കാൻ അവർക്ക് സാധിക്കണില്ല. അങ്ങനെ എത്രയും ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ട് വീണ്ടും താഴേക്ക് പോകേണ്ടി വരുന്നു. എത്രയോ യോനികളിൽ ചെന്ന് ജനിക്കേണ്ടി വരുന്നു. എല്ലാവരുടെയും ദേഹം നശിക്കും. പക്ഷേ ഭാര്യ, മക്കള്, കുടുംബം, ഇതിലൊക്കെയുള്ള സ്നേഹം കാരണം മമതയുണ്ടാവണം. ഇതെൻ്റേതാണ് എന്നുള്ള തോന്നലുണ്ടാവണം. അങ്ങനെ ദേഹത്തെ ബലാത്കാരേണ ഹിംസിക്കണു. മറ്റുള്ളവരുടെ ദേഹത്തെ, നമ്മളുടെ ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാംസം മാംസേന വർദ്ധത്തെ, അല്ലേ? എൻ്റെ ശരീരം നശിക്കുന്നതാണ്, അതിൽ തനിക്ക് വളരെ സ്നേഹമുണ്ട്, അന്യരതിനെ ലാളിക്കണം, ഒരു ഉപദ്രവവും ഏർപ്പെടുത്തരുത് എന്ന് നമുക്ക് തോന്നുന്നത് പോലെ മറ്റുള്ളവരുടെ ശരീരത്തെയും നമ്മൾ കാണണ്ടേ? ഇത് അവർക്ക് അവരുടെ ശരീരത്തോട് സ്നേഹമുണ്ട് എന്ന് ആലോചിക്കാതെ പ്രാണിഹിംസ ചെയ്യുന്നത് അധോഗതിക്ക് കാരണമായിട്ട് തീരും എന്ന് പറയുന്നു. ഇങ്ങനെ ആലോചിക്കാതെ മനുഷ്യൻ വിവേകം ഉണ്ട് എന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വിവേകമില്ല. അതുകൊണ്ട് ഇവർ ഇരുകാലുകളുള്ള, സാധാരണ മൃഗങ്ങൾക്കൊക്കെ 4 കാലുകളാണ്, ഇവിടെ നമ്മൾ ഇരുകാലി മൃഗങ്ങളാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് എന്തുണ്ടാവും? ആ മൃഗതുല്യമായിട്ടുള്ള ചേഷ്ടകൾ കാണിക്കുന്നത് കൊണ്ട് മൃഗങ്ങളായി തന്നെ ഇവർക്ക് ജനിക്കേണ്ടി വരുന്നു. ഹിംസ കൂടാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ആളുകൾ പറയും, ഇല്ലേ? ഇപ്പൊ ധാന്യങ്ങൾ, സസ്യങ്ങൾ, ഇതിനൊക്കെ ജീവനുണ്ട്, എന്നാൽ അതിനെ ഭക്ഷിക്കണില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണു എന്ന വാദം പലരും പറയാറുണ്ട്. പക്ഷേ പറയുകയാണ് അഹിംസ പരമോധർമ്മ. ഇനി എത്ര കണ്ട് സാധിക്കണോ അത്ര കണ്ട് എന്നാണ്. ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കേണ്ടി വരും. ആ ഭക്ഷണം കഴിക്കാനുള്ളത് മാത്രം അത്രേ പാടുള്ളൂ എന്നാണ്. യേ കൈവല്യമസംപ്രാപ്ത യേ ചാതീതാശ്ച മൂഢതാം ത്രൈവർഗികാ ഹ്യക്ഷണികാ ഹ്യാത്മാനം ഘാതയന്തി തേ. യേ മറ്റു ചിലരോ കൈവല്യം അസംപ്രാപ്താഹ, തത്വജ്ഞാനത്തെ നന്നായി പ്രാപിക്കാതെ, മൂഢതാംച അറിവില്ലാത്തവർ ആയി, അതീത ആ അറിവില്ലാത്തവരുടെ സ്ഥിതിയെ കടന്ന്, ത്രൈവർഗികാഹ ധർമാർത്ഥകാമങ്ങൾ എന്ന 3 പുരുഷാർത്ഥങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരും, അക്ഷണിക ആത്മജ്ഞാനത്തിനായി ശ്രമിക്കാത്തവരുമായി തീരുന്ന മനുഷ്യർ ആത്മാനം ഘാതയന്തി, അവര് ആത്മാവിനെ തന്നെ നശിപ്പിക്കണു, അല്ലെങ്കിൽ ആ ആത്മാവിന് അധോഗതി ഉണ്ടാവും. നോക്കൂ, അറിവില്ലാത്തവരെ കുറിച്ച് അറിവുള്ളവർക്ക് കാരുണ്യം ഉണ്ടാവും, ഇല്ലേ? ആ സമയത്താണ് പരമാർത്ഥ തത്വോപദേശം ചെയ്യുക. അങ്ങനെ അവരത് വിശ്വസിക്കും. അങ്ങനെ അജ്ഞന്മാര് സംസാര ദുഃഖത്തിന്റെ മറുകര കടക്കും, ജ്ഞാനികൾ മോക്ഷം പ്രാപിക്കും. ഈ 2 കൂട്ടർക്ക് നിവൃത്തിയുണ്ട്. പക്ഷേ ഇതിനിടയിൽപ്പെടുന്ന മറ്റു ചില ആളുകളുണ്ട് എന്നാണ്. അവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം, അല്ലേ? അദ്വിതീയ ജ്ഞാനം പ്രാപിക്കാതെ എന്നാൽ മൂഢന്മാരെന്ന സ്ഥിതി കടക്കുകയും ചെയ്തു. രണ്ടിനിടയിലാണ് ഇവര്. അജ്ഞാനികളുമല്ല ജ്ഞാനികളുമല്ല, അല്പജ്ഞാനികളാണ് ഇവര് എന്ന് ചുരുക്കം. എന്നാൽ ഇവര് ജ്ഞാനികളാണെന്ന് അഭിമാനിക്കും. 4 പുരുഷാർത്ഥങ്ങളുണ്ട്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പക്ഷേ 4ാമത്തെ പുരുഷാർത്ഥത്തെ കുറിച്ച് അവർ ചിന്തിക്കുക പോലുമില്ല. ധർമ്മം, അർത്ഥം, കാമം എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കണു, അതിന് പരിശ്രമിക്കണു. മഹാവാക്യങ്ങളുടെ അർത്ഥത്തെയോ അതിൻ്റെ ആ അർത്ഥവ്യാപ്തിയെക്കുറിച്ചോ അറിയാതെ അവർ വെറുതെ സമയം കളയണു. ത്രിവർഗത്തിൽ അത്രയധികം ശ്രദ്ധയുണ്ട് എന്ന് തന്നെയല്ല, തന്നേക്ക് ഇപ്പോഴുള്ള അറിവിനേക്കാൾ വലുതായ അറിവോ, താൻ അനുഭവിക്കുന്ന സുഖത്തേക്കാൾ വലിയ സുഖമോ ഇനി ലോകത്തില്ല എന്നുള്ള രീതിയിൽ അജ്ഞാനത്തിൽ മുങ്ങി അവർ അവരവരെ തന്നെ നരകത്തിൽ കൊണ്ടുപോയിടുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകുന്ന ദുഷ്കർമ്മങ്ങൾ ക്രമേണ ചെയ്യാനായി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അവസാനം നരകത്തിൽ പോയി വീഴേണ്ടി വരും എന്ന് പറയുന്നു. സ്തബ്ധന്മാര്, അതേപോലെ തന്നെ അഹങ്കാരികൾ, അവിവേകികൾ, അജ്ഞന്മാര് എന്നൊക്കെ പറയുന്നത് ഇത്തരക്കാരെ കുറിച്ചാണ്. ഏത ആത്മഹനോശാന്ത അജ്ഞാനേ ജ്ഞാനമാനിന സീതന്ത്യകൃതകൃത്യാ വൈ
കാലധ്വസ്തമനോരഥ ഏതേ ആത്മഹനഃ. ആത്മാവിനെ ദ്രോഹിക്കുന്ന ഇവർ അശാന്ത, ശാന്തി പ്രാപിക്കാത്തവരും, അജ്ഞാനേ ജ്ഞാനമാനിന, അറിവില്ലാതെ ചെയ്യുന്ന കർമ്മത്തിൽ അറിവുള്ളവരായി ചെയ്യുന്നു എന്ന് ഭ്രമിക്കുന്നവരും അഭിമാനിക്കുന്നവരും, അകൃതകൃത്യാഹ, ചെയ്യേണ്ടതായ പ്രവർത്തികൾ ചെയ്യാത്തവരുമായിട്ട്, കാലധ്വസ്ത മനോരഥ, കാലത്താൽ വിഫലമായി മാറിയ മനോരഥത്തോടു കൂടിയവരായി, സീതന്തി വൈ, നിശ്ചയമായും അവർ തളരുന്നു, അവർക്കും നരകദുഃഖം. അവിവേകികൾ നരകത്തിൽ ചെന്ന് വീഴും എന്ന് പറഞ്ഞു. നോക്കൂ, അവിവേകികൾ അവർക്ക് തന്നെ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് അവരെ ആത്മഘാതികൾ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ആത്മഹനഹ, ആത്മാവിനെ ദ്രോഹിക്കുന്ന ഇവർ ഈ ജന്മത്തിൽ സാധിക്കാൻ കഴിയാത്ത വിചാരങ്ങൾ മനസ്സിൽ നിറച്ച് കാലത്തിന് ഇരയായി വരുമ്പോൾ, കാലൻ നമ്മളെ പിടികൂടുന്ന സമയത്ത് മനോരഥങ്ങളൊക്കെ നിഷ്ഫലമായി തീരുമ്പോൾ, ലൗകികമായോ അലൗകികമായോ ഒരു സുഖത്തെയും സമ്പാദിക്കാനുള്ള മാർഗം അറിയാതെ അറിവുള്ളവരാണെന്ന് നടിച്ച് അവശ്യം ചെയ്യേണ്ട ഭഗവത് കഥകൾ കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്ത പരമാർത്ഥ ജ്ഞാനം സമ്പാദിക്കാൻ ഇവർ ശ്രമിക്കുന്നതേയില്ല, ശ്രദ്ധിക്കുന്നതേയില്ല. ഇവർക്ക് ശാന്തി എന്നൊന്നും ഉണ്ടാവില്ല. ഐശ്വര്യാദി സാമഗ്രികൾ ഒരു സമയം ഇവർക്ക് ധാരാളം ഉണ്ടെങ്കിലും സത്യത്തിൽ ഇവർ എപ്പോഴും വിഷമിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ശരീരനാശം വന്നതിൽ പിന്നെ നരകത്തിൽ വീഴുന്നു ഇവർ. ആത്മഹത്യ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് കേവലം തൂങ്ങിച്ചാവുക അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തി സ്വയം മരിക്കുക, ഇതൊന്നും മാത്രമല്ല. എന്താണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ? ആത്മാവിൻ്റെ മരണമാണ്, ആത്മാവിനെ അറിയാതിരിക്കലാണ്. മോക്ഷം പ്രാപിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യജന്മം, നരജന്മം നാരായണൻ നമുക്ക് നൽകിയിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അറിയണില്ല. ഇത് തന്നെയാണ് ആത്മഹത്യ. സഹ്യാത്മഹ സ്വയം വിനിഹന്തി അസദ്ഗ്രാഹാൽ എന്ന് പറയുന്നു. വിഷയാശ കൊണ്ട് ആത്മാവിനെ സങ്കടപ്പെടുത്തുന്നവൻ തന്നെയാണ് ആത്മഹത്യ ചെയ്തവൻ. അസൂര്യ നാമതേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി യേകേ ചാത്മഹനോജന. ഈ ആത്മഘാതികൾ, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എവിടെയാണ് എത്തണത്? അന്ധകാരം നിറഞ്ഞ ഒരു നരകത്തിലേക്ക് എത്തുന്നു. സൂര്യപ്രകാശം ഇല്ല അവിടെ. തമസാവൃത, ഇരുട്ട് എല്ലായിടത്തും ആവരണം ചെയ്തിരിക്കുന്നു. അങ്ങനെ അവിടെ മഹാസൂര്യനായിരിക്കുന്ന ആത്മാവിൻ്റെ പ്രകാശലേശത്തെ പോലും അറിയാതെ എന്നും ദുഃഖം അനുഭവിക്കുന്നു. അപ്പോ ഹിത്വാത്യായാസരചിത ഗൃഹാപത്യ സുഹൃശ്രിയ തമോ വിശന്ത്യനിച്ഛന്തോ വാസുദേവ പരാങ്മുഖ. വാസുദേവ പരാങ്മുഖൻ, വാസുദേവനിൽ ഭക്തിയില്ലാത്ത ആളുകൾ അത്യായാസരചിത ഗൃഹാപത്യ സുഹൃശ്രിയ, വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഗൃഹം, പുത്രന്മാര്, ബന്ധുക്കള്, ഐശ്വര്യം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അനിച്ഛന്തി അപി, നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും തമഹ വിശന്തി, നരകത്തിലേക്ക് പ്രാപിക്കുന്നു. ഹരിഭക്തിയില്ലാത്ത ആളുകൾക്ക് എന്താണ് ദോഷം എന്ന് ചോദിച്ചപ്പോഴാണ് വളരെ വിശദമായി ചമസൻ എന്ന യോഗീശ്വരൻ നിമി മഹാരാജാവിനിത് പറഞ്ഞു കൊടുത്തത്. അത് തന്നെയാണ് നാരദൻ ദേവകീ വസുദേവന്മാർക്ക് പകർന്നു കൊടുത്തത്. അതുതന്നെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനും സൂത പൗരാണികൻ ശൗനകാദികൾക്കും അല്ലെങ്കിൽ എത്രയോ എത്രയോ ആചാര്യന്മാർ നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ വാസുദേവനെ ഭജിക്കാത്ത ജനങ്ങൾ, ഹരിചരണങ്ങളെ ശരണം പ്രാപിക്കാത്ത ജനങ്ങൾ, അവർക്ക് തൻ്റെ ഗൃഹം, തൻ്റെ മക്കള്, ഭാര്യ, ബന്ധുക്കള്, സമ്പത്ത് എന്ന് വേണ്ട വളരെ കഷ്ടപ്പെട്ട് താൻ നേടിയെടുത്തതൊക്കെ ഉപേക്ഷിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിൽ പോലും കാലപാശത്തിൻ്റെ പിടിമുറുക്കത്തിൽപ്പെട്ട് അത് മുഴുവൻ ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്നാണ്. ഇപ്പൊ ഭഗവത് ഭക്തിയില്ലാത്ത ആളുകൾക്ക് നരകദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ചമസൻ എന്ന യോഗീശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പരീക്ഷിത്ത് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ അടുത്ത് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിമി മഹാരാജാവ് നവയോഗികളിൽ
9ാമത്തെ യോഗീശ്വരൻ കരഭാജനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനോട് 9ാമത്തെ ചോദ്യം ചോദിക്കുക. കസ്മിൻ കാലേ സ ഭഗവാൻ കിം വർണ്ണ കീദൃശോ നൃഭി നാംനാ വാ കേന വിധിന പൂജ്യത്തെ തദിഹോച്യതാം. പറഞ്ഞു തരണേന്നാണ്. സാ ഭഗവാൻ, ആ ഭഗവാൻ, കസ്മിൻ കാലെ, ഏത് കാലത്തിലാണ്, കിം വർണ്ണ, ഏത് നിറമുള്ളവൻ, കീദൃശ, ഏത് രൂപമുള്ളവൻ, കേനവാ നാംന, ഏത് നാമം കൊണ്ട്, നൃഭി, ആ മനുഷ്യരാൽ ഉച്ചരിക്കപ്പെടാൻ യോഗ്യനാവുന്നു, കേനവിധിന, ഏതു പ്രകാരത്തിൽ, പൂജ്യത്തെ, പൂജിക്കപ്പെടുന്നു, തത്ത് ഇഹ ഉച്യതം, അതിപ്പോ പറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ പൂജിക്കാത്തവർക്ക് നരകമാണ് എന്ന് പറഞ്ഞു. ചമസൻ എന്ന് യോഗീശ്വരൻ പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത്? ഏത് യുഗത്തിലും ഒരേപോലെയാണോ പൂജാവിധികൾ? ഭഗവാൻ ഏതേത് കാലത്ത് ഏത് നിറത്തിലാണ് അവതരിക്കുക? ഏതാണ് ഭഗവാന്റെ ആകൃതി? ഏതാണ് ഭഗവാന്റെ നാമം? ഏത് തരത്തിൽ പൂജിക്കണം? ഓരോ യുഗത്തിലും ആളുകളുടെ ബുദ്ധിശക്തിയിലും മനോധർമ്മത്തിലൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതത് കാലത്ത് ജനങ്ങൾക്ക് ഭഗവാനെ ഭജിക്കാൻ യോജ്യമായ പൂജാവിധി എന്താണ്? അപ്പോ ഭഗവാൻ ഇങ്ങനെ ലോകത്തിന്റെ അനുഗ്രഹത്തിനായി പല പല രൂപങ്ങൾ സ്വീകരിക്കുന്നു. ഇതിനെയാണ് അവതാരം എന്ന് പറയാ. താഴേക്ക് ഇറങ്ങി വരിക, അവതരിക്കുക. ഈ അവതാര സ്വരൂപത്തെ വിവരിക്കാനല്ലാതെ ഈശ്വരന്റെ യഥാർത്ഥ സ്ഥിതി ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു. മനസ്സിന് അവതാര രൂപങ്ങളെ അല്ലാതെ നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിൽ അത് നിലനിൽക്കില്ല. ആ ഈശ്വര സ്വരൂപത്തെ, ഒന്നുമില്ലാത്ത ആ സ്വരൂപത്തെ, എല്ലാമായ ആ സ്വരൂപത്തെ നമുക്ക് മനസ്സിൽ പിടിച്ചു വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ മനഃശക്തിക്കനുസരിച്ച് ഈശ്വരനെ ഓരോ കാലത്തിലും ഓരോ യുഗത്തിലും, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ യുഗങ്ങൾ 4, ഈ 4 യുഗങ്ങളിലും എങ്ങനെയാണ് ആ ഭഗവാനെ ആശ്രയിക്കേണ്ടത്, എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോണത്. കരഭാജനൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയുന്നു. അതാണ് ഏകാദശ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായത്തിൽ 20ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ നാളെ കേൾക്കുക. ഇന്നിപ്പോ ഭഗവത് പാദങ്ങളിൽ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നു. ഹരിയോ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു.
രതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം
ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.